നമ്മുടെ ഇലന്തൂർ കൊലപാതകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? നരഹത്യ. നരഹത്യ 3 പേരെ കൊന്ന് കുഴിച്ചു മൂടി കുറച്ച് ഭാഗം കറി വെച്ച് കഴിച്ച് ഷാഫിയും 2 പേരുണ്ടല്ലോ, ഭഗവത് സിംഗും ലൈലിയും ഒക്കെ ചേർന്നിട്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു പതിപ്പാണോ ഈ ചേർത്തലയിലെ സെബാസ്റ്റ്യൻ എന്നൊരു സംശയമില്ലാതില്ല. എന്താണ് അതിൻ്റെ മറ്റൊരു പതിപ്പെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് വിശ്വാസപരമായിട്ട് അങ്ങനത്തെ ഒരു ആചാരം അതൊക്കെ അല്ലായിരുന്നോ? നരഹത്യ എന്നല്ലേ പറയുന്നത്. അത് ഈ പറയുന്ന ആചാരങ്ങളും ഈ പറയുന്ന അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇത് അങ്ങനെയല്ല. ഇത് കൃത്യമായിട്ടുള്ള പ്ലാൻഡ് മർഡേഴ്സ് ആയിരുന്നു. ഇത് വസ്തുവകകൾക്ക് വേണ്ടിയുള്ള കില്ലിങ്സ് ആയിരുന്നു. ഇത് ചേർത്തല സ്വദേശികളായിട്ടുള്ള ബിന്ദു പത്മനാഭൻ, ആയിഷ, പിന്നെ ജൈനമ്മ, കോട്ടയം അതിരമ്പുഴ സ്വദേശിയായിട്ടുള്ള ജൈനമ്മ, ഇവരുടെ തിരോധാന കേസുകളിലാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായിരിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ബിന്ദുവിൻ്റെ കേസ് വളരെ കാലമായിട്ട് കേരളം കേൾക്കുന്നൊരു കേസാണ്. ബിന്ദു മിസ്സിംഗ് കേസ് 2016 മുതൽ 17 മുതൽ എന്തോ കേൾക്കുന്നതാണ്. പക്ഷേ എന്തായാലും അന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേട്ടതാണ്, ഈ മനുഷ്യൻ്റെ പേര് ഉയർന്നു കേട്ടതാണ്, ഇയാളുടെ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പേര്. പക്ഷെ അന്ന് പോലീസ് വലിയ രീതിയിൽ അതിന് ഒരു നടത്തിയില്ല. അല്ല, അന്ന് ഈ പോലീസ് ഈ സെബാസ്റ്റ്യനെ ഒരുപാട് തവണ ചോദ്യം ചെയ്തിരുന്നു. ബിന്ദുവിനെ അറിയാമോ? ബിന്ദുവിനെ കണ്ടു എന്ന് പറഞ്ഞു. ശരിയാണ്, അന്ന് 2017 ബിന്ദുവിനെ ഇദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. പരിചയമില്ല പറഞ്ഞില്ല, വളരെ തന്ത്രപരമായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ഈ ഇപ്പൊ കാണാതെ 2024 കാണാതായ അതിരമ്പുഴ സ്വദേശി ജയനമ്മയുടെ കേസിലാണ് ഇപ്പം നിർണായകമായിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകങ്ങളായതിനാൽ ഈ പറയുന്ന പ്രതി അതുപോലെ തന്നെ ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുമൊക്കെ എത്രയും വേഗത്തിൽ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തേണ്ട, കൂട്ടി യോജിപ്പിക്കേണ്ടത് കേരള പോലീസിൻ്റെ അനിവാര്യതയായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് അവിടെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.15 ഏക്കറിലാണ് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ള 2-3 കുളങ്ങളൊക്കെ ഉണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന ഏരിയ. അതെ, കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ്, ഇപ്പോൾ തെരച്ചിലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടിന് ചുറ്റും കുഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. പ്രതി എന്ന് സംശയിക്കുന്ന ഇപ്പം പ്രതിയായിട്ട് നിൽക്കുന്ന വസ്ത്രവ്യാപാരി ആയിട്ടുള്ള ഈ സെബാസ്റ്റ്യൻ, അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ കൂടിയാണ്. ആലപ്പുഴ ഈ പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിലെത്തിച്ച് ഈ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പരിശോധനയിൽ വീടിനുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ബാത്റൂമിൻ്റെ ഭാഗത്തു നിന്നും മറ്റും. അതായത് ഈ ശരീരഭാഗങ്ങൾ കഴുകുന്നതും അല്ലെങ്കിൽ ഈ വെട്ടി നുറുക്കിയ സമയത്ത് അത്തരത്തിലുള്ള ഇതെല്ലാം ബാത്റൂമിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് രക്തക്കറകൾ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ 6 അസ്ഥി കഷ്ണങ്ങളും വീടിനുള്ളിൽ നിന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇത് രണ്ടും ആരുടേതാണ് എന്ന ചോദ്യത്തിന് പോലീസ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതോടെ ഇയാളൊരു സീരിയൽ കില്ലർ ആണോ എന്നൊക്കെ ഉള്ള നമ്മൾ ഈ അതെ അപസർപ്പക കഥകളിലും കോട്ടയ പുഷ്പനാഥിൻ്റെ അപസർപ്പക കഥകളിലും പിന്നെ നമ്മൾ സിനിമകളിൽ 5-ാം പാതിര പോലുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സീരിയൽ കില്ലർ ആണോ എന്നുള്ള തരത്തിലുള്ള സംശയമാണ് ഇപ്പോൾ പോലീസിന്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോട്ടയം യൂണിറ്റാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വീടിന് സമീപത്തെ മരത്തിൽ നിന്നൊരു കൊന്ത കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വിക്ടിമിൻ്റെ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഇതിൽ ഈ റോസമ്മയല്ല ജൈനമ്മയുടേതായിരിക്കാം ഈ കൊന്ത എന്ന് കരുതപ്പെടുന്നുണ്ട്. കൊലപാതകത്തിലും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച അതെ അത്തരത്തിലുള്ള ഒരു സൈക്കോ ആണ് ഇദ്ദേഹം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്തേക്ക് നാട്ടുകാർക്കാർക്കും പ്രവേശനമില്ല. നാട്ടുകാർക്ക് പ്രവേശനമില്ലെന്നല്ല, അതുവഴി പോകാൻ തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ പേടിയാണ്. കാരണം പോലീസാണ് അവിടെ സെക്യൂരിറ്റിയാണ് വീട് ചുറ്റും. അതെ, വീടിന് ചുറ്റും 2-3 പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പോരാത്തതിന് എയർ ക്യാമ്പിലെ പോലീസുകാരെ വരെ കൊണ്ടുവന്നിരിക്കുന്നു. ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഇന്നലെ JCB ഉപയോഗിച്ച് ആ പറമ്പ് മുഴുവൻ കിളച്ചു, 3 കുളങ്ങൾ വറ്റിച്ചു. അതിലൊരു കുളത്തിൽ നിന്ന് ഒരു സാരിയുടെ കഷ്ണം കിട്ടി. പിന്നെ ഈ പറഞ്ഞതുപോലെ അസ്ഥിയുടെ പീസുകൾ കിട്ടി. അപ്പോൾ ശരിക്കും മറ്റേ കടാവർ നായയെ കൊണ്ടുവന്നിട്ട് ആ ഏരിയ മുഴുവൻ മണപ്പിച്ച് പരിശോധനകൾ നടത്തുന്നു. കുളം വറ്റിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുളങ്ങൾ വറ്റിക്കാനുള്ള ശ്രമം. കാരണം ഈ സെബാസ്റ്റ്യനെ വീടിനുള്ളിൽ വെച്ചിട്ട് ചോദ്യം ചെയ്തിരുന്നു. അപ്പം ഇയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഴിയെടുത്ത് ഇപ്പം പരിശോധിക്കുന്നത്. ഇയാൾ ജൈനമ്മയുടെ കേസിൽ ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് കുറ്റം ഒരു. അപ്പോൾ അതുകൊണ്ട് ഈ കുഴിയെടുത്ത് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനയിലും വീടിന് സമീപത്ത് നിന്ന് ശരീരാവശിഷ്ടങ്ങൾ നേരത്തെ വിജേഷ് പറഞ്ഞ പോലെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായ ആളുകളെ ഇത്തരത്തിൽ ഈ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ. ഇപ്പോൾ ഈ പറഞ്ഞ 4
സ്ത്രീകളുണ്ട്, തിരോധാനപ്പെട്ട 4 സ്ത്രീകളിൽ 3 പേരുടെ ഇതുമായിട്ട് ഇപ്പോൾ പോലീസിന് ലിങ്ക് ചെയ്യാൻ തന്നെ പറ്റിയുള്ളൂ. ഈ 4 എന്നുള്ളതിന് മുകളിലോട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ അറിയാൻ അല്ല, ഇപ്പം ആലപ്പുഴ, കോട്ടയം, എറണാകുളം ഭാഗങ്ങളിൽ നിന്നുള്ള തിരോധാന കേസുകളുടെ പുനരന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റുകൾ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു തെളിയിക്കപ്പെടാതെ അല്ലെങ്കിൽ ഇപ്പോഴും കാണാമറയത്തുള്ള ആളുകളുടെ ലിസ്റ്റ്, അവരുടെ ആ ഫോൺ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾ നിരന്തരം മൊബൈൽ ഫോൺ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ പുതിയ ആൻഡ്രോയിഡ് ഫോണുകൾ ഇപ്പോഴും അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ആൻഡ്രോയിഡ് ഫോണാണ്. മൊബൈൽ ഫോൺ മാത്രമല്ല, നമ്പറും മാറിക്കൊണ്ടിരിക്കുന്ന ആളെ. ഇപ്പോൾ പൊട്ടിക്കാത്ത 2 സിമ്മ് ഈ വീടിനകത്തുനിന്ന് പോലീസ് കണ്ടത്. അപ്പോൾ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോൺ മാറാറുണ്ട്, സിമ്മ് മാറാറുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഡിജിറ്റൽ തെളിവുകൾ ഇല്ലാണ്ടാക്കുന്നതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ മാത്രമല്ല, ഇത് ഇദ്ദേഹം തുടരുന്നുണ്ടോ ഇത് എന്നുള്ള, അതായത് ഈ സ്ത്രീകളെ ഇരയാക്കുന്നത് തുടരുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അദ്ദേഹം ക്രൈം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, ഇത് ഇത്രയും വർഷങ്ങൾ എടുത്തു എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഇങ്ങനെ ഒരു ക്രിമിനലിനെ പറ്റി. കാരണം മുൻപേ സൂചനകൾ കിട്ടിയിട്ട് പോലും ഇത് എന്താ പറയുക, മൃതദേഹം ഉണ്ടെന്ന സംശയത്തെ തുടർന്നാണ് അവിടെ 19 വർഷം. അതെ, 19 വർഷം. 2002 മുതലാണ് ഇദ്ദേഹം തുടങ്ങിയെന്നാണ് പറയുന്നത്. 6 മുതൽ. അതെ, നേരത്തെ ഇതിന് സമീപത്ത് നിന്ന് തലയൊട്ടി, തുടയല്, ക്ലിപ്പിട്ട പല്ലിൻ്റെ അവശിഷ്ടം എന്നിവ ലഭിച്ചിരുന്നു. ഇതിൽ ക്ലിപ്പിട്ട പല്ല് കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതി കുറ്റം നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ ക്ലിപ്പിട്ട പല്ല് എന്ന് പറയുന്നത് ഐഷയുടേതാകാൻ സാധ്യതയുണ്ട്, ബിന്ദുവിൻ്റെതാകാനും സാധ്യതയുണ്ട്. 2 പേർക്കും ക്ലിപ്പുണ്ട്. അപ്പം ഈ ക്ലിപ്പുള്ള പല്ലുണ്ട്. അപ്പോൾ ഇയാൾ സീരിയൽ കില്ലർ ആണെന്നുള്ള സംശയത്തിൽ പോലീസ് നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇയാളുടെ വീട്ടു പരിസരത്ത് നിന്ന് നേരത്തെ കിട്ടിയ മൃതദേഹത്തിനും ഈ പല്ലിൽ ക്ലിപ്പുണ്ടായിരുന്നു. ഞാൻ പറയാൻ പറഞ്ഞു 2 പേർക്ക് ക്ലിപ്പുണ്ട്. അപ്പോൾ ഈ മൃതദേഹം ഇനി ആരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായിട്ടുള്ള പഞ്ചായത്ത് മുൻ ജീവനക്കാരി ചേർത്തല വാരനാട് വെളിയിൽ ഐഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു. ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ DNA പരിശോധനയ്ക്കായിട്ട് ശേഖരിച്ചു. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, ചേർത്തലയ്ക്ക് വള്ളാക്കുന്നത്ത് വള്ളി സിന്ധു എന്നിവരുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. ഇതിൽ സിന്ധുവിൻ്റെത് ഇതുവരെ ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇദ്ദേഹമായിട്ട്. പിന്നെ ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി 2017 ലഭിച്ചത്. ബിന്ദുവിനെ എറണാകുളം ഇടപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തതാണ് കേസ്. അങ്ങനൊരു കേസുണ്ട്. സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പല ഭാഗവും കുഴിച്ചു നോക്കിയെങ്കിലും ഇതുവരെ ഒന്നും ബിന്ദുവിനെ പറ്റി ലഭിച്ചിട്ടില്ല. വിസമ്മതിച്ചതിനാൽ ഇദ്ദേഹം വിസമ്മതിക്കുന്നത് കൊണ്ട് നുണ പരിശോധന നടത്താനും പോലീസിന്. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ വീടിനകത്ത് എല്ലാ ഭാഗവും ടൈൽസ് ആണ്, പക്ഷെ ഒരു മുറി മാത്രം ഈ അടുത്ത കാലത്ത് അത് പൊളിച്ച് അവിടെ പരിശോധിക്കാനിരിക്കുകയാണ്. ദൃശ്യം കണ്ടതിന് ശേഷമാണോ ഗ്രാനൈറ്റ് ഇട്ടെന്നുള്ള അറിയാതെ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഈ രണ്ടാമത്തെ ഏറ്റവും ഒടുവിലത്തെ സ്ത്രീയായിട്ടുള്ള ജെയിൻ മാത്യുവിനെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത്. അപ്പോൾ സ്ഥലമിടപാട് നടത്തിയിരുന്നു. ജെയിൻ അമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ വിറ്റെന്നും കണ്ടെത്തിയിരുന്നു. അപ്പോൾ ധ്യാനത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജെയിനമ്മയെ 2024 ഡിസംബർ 23 അവസാനമായിട്ട് കണ്ടത്. ജെയിനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ ഈരാറ്റുപേട്ടയിൽ വെച്ച് റീചാർജ് ചെയ്തിരുന്നു. ഐഷ 2012 മെയ് 13 കാണാതായത്. ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷയ്ക്ക് സമീപവാസിയുടെ 5 സെൻറ്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈ എടുത്തതും സെബാസ്റ്റ്യനായിരുന്നു. തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ 2020 ഒക്ടോബർ 19 കാണാതായത്. ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതായിട്ടിരുന്ന് കണ്ടെത്തി. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുമ്പായിരുന്നു ഈ സംഭവം. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. 2002 മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി ആലിങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന് കേസാണ് ഏറ്റവും വിചിത്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം പോലീസ് പ്രത്യേക അന്വേഷണ സംഘങ്ങളും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് പോലും ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും കണ്ടെത്താനായിട്ടില്ല. കേസിൽ മുഖ്യപ്രതിയായി ഉൾപ്പെടുത്തിയ പള്ളിപ്പുറം സ്വദേശിയും വസ്തു ഇടനിലക്കാരനുമായിട്ടുള്ള സെബാസ്റ്റ്യൻ 2017 ബിന്ദുവിനെ കണ്ടതായി അറിയിച്ചെങ്കിലും സ്ഥിരീകരണം ഉണ്ടായില്ല. നേരത്തെ പറഞ്ഞില്ല 2017 കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ദുരൂഹത ഉയർത്തുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ബിന്ദുവിൻ്റെ കേസുമായിട്ട്. ഒരുപക്ഷെ ബിന്ദുവിൻ്റെ തിരോധാനവും ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും. ഇത് ബിന്ദുവിൻ്റെ അതിനെപ്പറ്റിയും ഇദ്ദേഹത്തിന് തന്നെ അറിയാമായിരിക്കാം. ചേർത്തല കടക്കരപ്പള്ളി ആലിങ്കൽ സ്വദേശിനിയായിരുന്ന ബിന്ദുവിൻ്റെ കേസിൽ എല്ലാ അർത്ഥത്തിലും ഈ തിരോധന കേസിൽ
തിരോധാന കേസിൽ പോലീസ് അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. കാരണം ഈ വിവരങ്ങൾ അന്ന് ഈ റോസമ്മയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ നേരത്തെ നൽകിയിട്ടും പോലീസ് ആക്ഷൻ എടുത്തില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് സെബാസ്റ്റ്യൻ്റെ വീണ്ടും ഉള്ള ക്രൂരതകൾ കാണിക്കാനുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായത്. നടപടികൾ എടുത്തില്ല. ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീൺ 2017 സെപ്റ്റംബർ 16 സഹോദരിയെ കാണാതായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. 2013 ശേഷം സഹോദരിയെക്കുറിച്ച് വിവരങ്ങളില്ല എന്നായിരുന്നു പരാതി. മാതാപിതാക്കൾ മരിച്ചതോടെ ഇവർ ഒറ്റയ്ക്കായി. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന ബിന്ദുവിൻ്റെ സ്വത്തുക്കളെല്ലാം പലരുടെയും കൈകളിലായി. കാണാതായ ശേഷം ഇവരുടെ ഭൂമികൾ പലരും കൈമാറിയതിന് തെളിവായി രജിസ്ട്രേഷൻ രേഖകളുമുണ്ട്. ഇതിലടക്കം പള്ളിപ്പുറ സ്വദേശി സെബാസ്റ്റ്യൻ്റെ നേരെ രേഖകൾ പ്രകാരമാണ് പരാതി നൽകിയത്. എന്നിട്ടും പോലീസിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇടപ്പള്ളിയിൽ കോടികളുടെ വില വരുന്ന ബിന്ദുവിൻ്റെ പേരിലുള്ള ഭൂമി സെബാസ്റ്റ്യന് മുക്തിയാർ നൽകി വിറ്റതാണ്. ഈ മുക്തിയാർ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തി. 2013 മുതൽ കാണാനില്ലെന്നാണ് പരാതിയെങ്കിൽ 2007 ശേഷം ഇവരെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.